പ്രധാനമന്ത്രി പദത്തിൽ തുടർച്ചയായി 10 വർഷം പൂർത്തിയാക്കിയ മൻമോഹൻ സിംഗ് അതിനിടയിൽ വെറും 3 വാർത്താ സമ്മേളനങ്ങൾ മാത്രമാണ് നടത്തിയത്. അതിൽ തന്നെ ഏറ്റവും ദീർഘമായത് 2014 തന്റെ 10ാമത്തെ വർഷം നടത്തിയ 1.25 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനമായിരുന്നു. മൻമോഹൻ സിംഗിനെ രാജിവെപ്പിച്ച് കോൺഗ്രസ് ഉപാധ്യക്ഷനായിരുന്ന രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുമെന്ന അഭ്യൂഹങ്ങൾ കത്തി നിൽക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ 3ാമത്തെ വാർത്താ സമ്മേളനം. മൂന്നാമതൊരു ഊഴത്തിന് ഇനി താനുണ്ടാവില്ലെന്നും എന്നാൽ കാലാവധി പൂർത്തിയാക്കിയ ശേഷം മാത്രമേ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കൂ എന്നും മൻമോഹൻ തറപ്പിച്ചു പറഞ്ഞു. UPA മുന്നണിയെ പിന്തുണച്ചിരുന്ന ഇടതുപക്ഷത്തിന്റെ എതിർപ്പുകളെ പോലും അവഗണിച്ച് അമേരിക്കയുമായി ആണവ കരാറിൽ ഒപ്പിട്ട നിമിഷമായിരുന്നു തന്റെ ജീവിതത്തിലെ അവിസ്മരണീയ നിമിഷമെന്നും അദ്ദേഹം പറഞ്ഞു. ധനമന്ത്രി എന്ന നിലയിൽ താൻ നടപ്പാക്കി തുടങ്ങിയ സാമ്പത്തിക നയങ്ങൾ അവശേഷിക്കുന്ന 4 മാസത്തിനുള്ളിൽ കൂടുതൽ ശക്തമാക്കുകയാണ് ലക്ഷ്യമെന്നും സിംഗ് ഊന്നി പറഞ്ഞു. നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിനുള്ള എല്ലാ തടസ്സങ്ങളും നീക്കുക എന്നതായിരുന്നു മൻമോഹന്റെ മോഹം.